ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ CPM കോൺഗ്രസ് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവെന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗത്തിറങ്ങിയതോടെ CPM-ഉം കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുകയാണ്. സോളാർ കേസ് CPM കോൺഗ്രസിന് വേണ്ടി ഒത്തുതീർപ്പാക്കിയെന്ന മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJP ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സോളാർ സമരം അട്ടിമറിക്കാനാണ് തുടക്കം മുതൽ CPM ശ്രമിച്ചത്. എന്നാൽ BJP ആയിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിറവേറ്റിയത്. അധികാരത്തിലേറിയപ്പോൾ പിണറായി വിജയനും സംഘവും പതിവ് കലാപരിപാടിയായ ഒത്തുതീർക്കൽ പദ്ധതി നടപ്പിലാക്കി. ഇന്നത്തെ MP-യും അന്നത്തെ പാർട്ടി ചാനലിന്റെ മേധാവിയുമായിരുന്ന ജോൺ ബ്രിട്ടാസാണ് അതിന് ഒത്താശ ചെയ്തതെന്ന മുണ്ടക്കയത്തിന്റെ ആരോപണം ഗൗരവതരമാണ്. TP ചന്ദ്രശേഖരന്റെ കേസുമായാണ് സോളാർ കേസ് ഒത്തുതീർപ്പാക്കിയതെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ പരസ്യമായി ആരോപിച്ചിരുന്നു. ഇപ്പോഴും TP ചന്ദ്രശേഖരന്റെ കൊലപാതകം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന UDF കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ആത്മാഭിമാനമുണ്ടെങ്കിൽ KK രമയും RMPയും UDF സഖ്യം വിടണം. സോളാറിൽ ജനങ്ങളെ വഞ്ചിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. ബാർക്കോഴ കേസ്, പാലാരിവട്ടം കേസ് തുടങ്ങിയ മാസപ്പടി കേസിൽ വരെ ഇടത് വലത് അവിശുദ്ധ ബന്ധം കേരളം കണ്ടതാണ്. അഴിമതിയും ഒത്തുതീർപ്പും മാത്രമാണ് രണ്ട് മുന്നണികളുടെയും കൈമുതലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MV ജയരാജനും ചെറിയാൻ ഫിലിപ്പും ഒക്കെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത് സജീവമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. സോളാർ കേസിലെ രാപ്പകൽ സമരം കേരളം മറന്നിട്ടില്ല. എന്നാൽ പെട്ടെന്ന് സമരം അവസാനിക്കുന്നു, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നത് കേരളം ഒരുപാട് ചർച്ച ചെയ്തു. ഇപ്പോഴത്തെ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ, ജോൺ ബ്രിട്ടാസിന്റെ മറുപടി, കേരളം സജീവമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്ന് തോമസ് ഐസക്കിനെ പോലും അറിയിക്കാതെ പെട്ടെന്നുണ്ടായ തീരുമാനം CPM എടുത്തത്, പിന്നീട് നടന്ന നാടകീയ സംഭവങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തുകയാണ് ജോൺ മുണ്ടക്കയം. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പുതിയ നിലപാടുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ. സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തെ സമീപിച്ചിട്ടില്ല എന്നാണ് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് പറയുന്നത്. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് വഴിയാണ് ചർച്ച നടന്നതെന്നും മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ജോൺ ബ്രിട്ടാസ് എത്തിയത്. ജോൺ മുണ്ടക്കയവുമായി സോളാർ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അത് വെറും ഭാവനയാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്കാണ് വിളിച്ചതെന്നും ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടെന്നും തിരുവഞ്ചൂർ പിന്നീട് തുടർച്ചയായി വിളിച്ചു എന്നെ കാണണമെന്ന് പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. ആദ്യം വിമുഖത പ്രകടിപ്പിച്ചിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിയെ കൂടി കണ്ടുവെന്ന് ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതായാലും സോളാർ കേസുമായി ബന്ധപ്പെട്ട CPM നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പ് ഫോർമുലയിൽ അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ തുറന്ന ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. അന്ന് പാർട്ടി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ ജോൺ ബ്രിട്ടാസാണ് ഇതിനുള്ള ഇടപെടലുകൾ നടത്തിയതെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി. രണ്ട് പത്രലേഖകർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നിന്നായിരുന്നു ഇതിന്റെ തുടക്കമെന്ന മുഖവുരയോടെയാണ് സമകാലിക മലയാളം ആഴ്ചപ്പതിപ്പിലെ ലേഖനത്തിൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. അപ്രതീക്ഷിതമായി സർക്കാർ സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി നൽകിയതും പാർട്ടിക്കും നിയന്ത്രിക്കാൻ കഴിയാതെ പോയ സമരക്കാർ നേരിട്ട പ്രകൃതിയുടെ വിളിയും സമരം അവസാനിപ്പിക്കാൻ കാരണമായെന്ന് അദ്ദേഹം എഴുതുന്നു. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേയെന്ന് ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തോട് ഫോണിൽ ചോദിച്ചു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോളെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ വാർത്താ സമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസ് ചോദിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണോ അല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. നേതൃതലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി. ബ്രിട്ടാസ് പറഞ്ഞത് ഉമ്മൻചാണ്ടി അറിയിച്ചു. പാർട്ടി തീരുമാനമാണോ എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോൾ ആണെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് മറുപടി കൊടുത്തു. PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കാമോ എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തെയും വിളിച്ചു കാര്യം അറിയിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കാമോ എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തെയും വിളിച്ചു കാര്യം അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. ഇതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങിയെന്നുമാണ് അദ്ദേഹം കുറിച്ചത്. അടിയന്തര യോഗത്തിനു ശേഷം ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ AKG സെന്ററിൽ അടിയന്തര യോഗം ചേർന്ന് സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴും ബേക്കർ ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന തോമസ് ഐസക് ഒത്തുതീർപ്പ് അറിഞ്ഞിരുന്നില്ല. ഒരു ചാനലിൽ നിന്ന് വിളിച്ചറിയിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയുന്നത്. അത് തോമസ് ഐസക്കിന് വലിയ ഷോക്കായിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം എഴുതി. പിന്നീട് മാധ്യമങ്ങളെ കണ്ട തോമസ് ഐസക് സമരം പെട്ടെന്ന് പിൻവലിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. 1-2 ദിവസം കൂടി സമരം തുടർന്നിരുന്നുവെങ്കിൽ
ആ സമ്മർദ്ദത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമായിരുന്നു എന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞത്. സമരം തീർത്തത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള രഹസ്യധാരണയുടെ ഭാഗമാണെന്ന ആരോപണത്തിൽ പിണറായി വിജയന് തന്നെ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാകും. ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി നടപടി വന്നാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഞങ്ങളത് കൃത്യമായി ചെയ്തു, അതിലൊരു മടിയും ഉണ്ടായില്ല എന്നാണ് തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തത്. അതേസമയം സമരം അവസാനിപ്പിക്കാൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണത്തിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നു എന്ന അന്നത്തെ ആരോപണം തിരുവഞ്ചൂർ നിഷേധിച്ചു. ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഒരു ഡീൽ എന്ന ആരോപണം നിഷേധിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. മനസ്സാക്ഷിയുള്ള ആർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.